ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത്. അമർക്കാൻ കേട്ടത് വെറുതെ കുറെ ഫിലിം വേസ്റ്റ് ആക്കി. ഞാനിവിടെ ഉണ്ട്. അവൻ അവിടെ ചെയ്തിട്ടൊന്നും ശരിയാൻ പോണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. അവന്റെ അസിസ്റ്റന്റില്ലേ കൃഷ്ണൻ, അവൻ വന്നാലേ പണി നടക്കൂ. എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിയാൻ കുത്തിപ്പിടിക്കും. അയ്യോ സിഗരറ്റ് എല്ലാ പടത്തിലും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ഷൂട്ടിങ്ങിനും ഇതേ എന്ന് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തിനു ചേഞ്ച്? ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആയിക്കൊണ്ടെന്ന് കരുതി നടക്കുമോ? ഐ ഡോണ്ട് ഫീലിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതെന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. സെക്കൻഡ് സ്റ്റെപ്പ് നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ലേ? നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര. വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര. രണ്ടുപേർ. ഓ ആ മുദ്ര. റെഡി ലേഡീസ്, 1 2 3. ഹിപ്പ് മൂവ്മെന്റ് വേണം സാർ. നിർത്ത്. കൃഷ്ണൻ വന്നിട്ട് ചെയ്താ മതി. സത്യം പറ, നീ ആരാ? ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. നീ എന്റെ അസിസ്റ്റന്റ് കൃഷ്ണനെ പൊക്കാൻ വന്നവനല്ലേ? അല്ല. പിന്നെ നീ എന്തിനാണ് അവന്റെ കൂടെ വന്നത്? ഞാൻ കൃഷ്ണന്റെ കൂട്ടുകാരനാ. നിനക്ക് ഡാൻസ് അറിയോ? ഇല്ല. ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ചേഞ്ച് വേണത്ര. ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കിട്ടി. സ്മോക്ക് വരും. റെഡി സാർ. ഒന്നടിച്ചേ. എന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കറ്റല്ല പറഞ്ഞത്. പ്രേതം വന്നു കഴിയുമ്പോ സ്മോക്ക് ഒടിക്കണം, കാറ്റ് ഒടിക്കണം. കുറേശ്ശെ മതി. പക്ഷെ ഡാൻസ് നടക്കുമ്പോ പുകയുണ്ടല്ലോ നിറച്ചിട്ടോളണം. ഒരു സാധനം പോലും ആൾക്കാർ കാണരുത്. അവന്മാർക്ക് ചേഞ്ച് വേണം അത്രേ. ആ തടികൾക്ക് നമുക്ക് ചേഞ്ച് കൊടുക്കാം. ഇയാൾ കൂടെ പോയില്ലേ? ഇയാൾ ആരാ? ആരുടെ കൂടെ വന്നു? ഞാൻ അയാളുടെ കൂടെ വന്നതാ. ഓഹോ, അവൻ കൃഷ്ണന്റെ കൂടെ വന്നു. അവന്റെ കൂടെ നീ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാ മതി. തൽപരകക്ഷിയല്ല.